മമ്മൂക്കനെ കണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും ചെയ്യുന്നില്ല. വിളിക്കേ, അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കേ. സ്മാർട്ടായിട്ട് ചിരിച്ചോണ്ട് വരും. മഞ്ജുവിൻ്റെ അമ്മയോട് എനിക്ക് ശരിക്കും ബഹുമാനം തോന്നുന്നത്, കാരണം അംഗീകരിച്ച് പ്രാർത്ഥനയോടുകൂടി ദീർഘായുസിന് വേണ്ടി എന്നും ദൈവത്തോട് കെഞ്ചുന്ന ഒരു മുഖമുണ്ട്. ഈ സീരിയൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഹൃദയമുള്ള സ്ത്രീ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്പർ 1. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാ വരിക. കാരണം എന്താണെന്നറിയോ, മഞ്ജു വാര്യറിനെ പറ്റി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഏത് ലൊക്കേഷനിൽ പോയാലും, ഇനി ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ശരി, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിയാലും ശരി, ചേച്ചി മഞ്ജുവിനെ പറ്റി പറഞ്ഞത് കണ്ടു കേട്ടോ, ഇഷ്ടമായി എല്ലാവരും ഇതേ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, എനിക്ക് ഒരു പെൺകുട്ടിയില്ല, സത്യമായിട്ടുമില്ല. എനിക്ക് ഡാൻസ് ചെയ്യുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കൊതി എന്ന് പറഞ്ഞാൽ കൊതിയാണ്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും മഞ്ജുവിനെ പോലുള്ള ഒരു മോളെ തരണേ എന്നാണ്. കാരണം കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയ കഴിവുകളാണ്. കാഴ്ചയിലായാലും ശരി, കഴിവുകളുടെ കാര്യത്തിലായാലും ശരി, ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണല്ലോ രണ്ടാമത്തെ വരവിലും ഈ ഒരു ഹൈപ്പിൽ ലേഡി സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നത്. ആ കുട്ടി ആ കുട്ടി ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നത് കാലം വരെ ആ ഒരു പോസ്റ്റിൽ ഇനി ഒരാൾ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സംശയം വേണ്ട, ആരും വരില്ല. കാരണം അത്ര കഴിവാണ്. സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും ശരി, സ്വഭാവത്തിന്റെ കാര്യം. ഈ സ്വഭാവത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുഭവസ്ഥ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെ ഈ ജാൻഡി എന്ന് വിളിക്കുമ്പോൾ ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത് ഇവിടെ നിന്നാണ് വരുന്നത്, നാക്കിൽ നിന്നല്ല. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ. കാരണം നമ്മളെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ. പിന്നെ ടൈം അയച്ചു, കഴിച്ചോ കുടിച്ചോ, ചെല്ലി പോയി കഴിക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കുഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിൻ്റെ അമ്മയോട് എനിക്ക് ശരിക്കും ബഹുമാനം തോന്നുന്നത്. കാരണം ഈ ഒരു മകള ഈ ഇൻഡസ്ട്രിക്ക് നൽകിയ ആ ഒരു അമ്മ. ആ അമ്മ ഇപ്പം സീനിയർ സിറ്റിസൺ ആയതിനു ശേഷം മോഹിനിയാട്ടം ഗുരുവായൂർ വെച്ച് കളിക്കുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ചെന്നു എന്നാണ് പറഞ്ഞത്. അന്നത്തെ ദിവസം ടൈം കണ്ടെത്തി മഞ്ജു ചെന്നു എന്ന ആ അമ്മ മനസ്സിലെ ആ സന്തോഷം നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അന്ന് ആ അമ്മ അനുഭവിച്ച ആ സുഖമുണ്ടല്ലോ. കാരണം മോള് രണ്ടാമതും ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം, ഇത്രയും ഡെവലപ്പ് ആയതിനു ശേഷം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അമ്മയുടെ സന്തോഷം ഈ തരത്തിൽ, അതായത് പ്രായമാകുമ്പോഴായാലും പഴയ കലാപരമായിട്ടുള്ള കഴിവുകൾ വീണ്ടും കണ്ടെത്തി വീണ്ടും അത് പരിപോഷിപ്പിച്ച് സ്റ്റേജിലേക്ക് എത്തുന്ന ഒരവസ്ഥ, അത് കാണുമ്പോൾ ഉണ്ടാകുന്ന മകളുടെ ഒരു സന്തോഷം, അതൊക്കെ കാണാനും അനുഭവിക്കാനും ആ കുട്ടി ഓടിയെത്തി. അതിന് ആ അമ്മക്ക് എന്താ വേറെ പുണ്യം വേണ്ടത്? ഈ മകൾക്ക് വേറെ എന്താ പുണ്യം വേണ്ടത്? ഇതൊക്കെയല്ലേ നമുക്ക് ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങൾ. അങ്ങനെ തന്നെ ഏറ്റുവാങ്ങുക. ആ ഒരു മകൾക്ക് ജന്മം നൽകിയ ആ അമ്മയും അമ്മയെ മകൾക്ക് കിട്ടിയ മഞ്ജുവും പുണ്യം ചെയ്ത ജന്മങ്ങൾ എന്നേ ഞാൻ പറയണം. മഞ്ജുവിനെ പോലുള്ള ഒരു മകളെ ഇനി ഏത് ജന്മത്തിലും ഏതൊരമ്മക്കും കിട്ടിയാൽ അത് ശരിക്കും പുണ്യം തന്നെയാണ്. സ്വഭാവം അത് ഏത് പെൺകുട്ടികൾക്കും അത്യാവശ്യമായ കാര്യമാണ്. ആ കുട്ടിയുടെ സ്വഭാവം അനുഭവസ്ഥർക്കേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഒരാൾ മഞ്ജുവിൻ്റെ കറുത്ത മുഖം കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കണ്ടാണ്. ലൊക്കേഷനിൽ എത്തിയ സ്മാർട്ടായിട്ട് ചിരിച്ചോണ്ട് വരും. എല്ലാവരുടെയും ഹായ് 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 ഇങ്ങനെ പറഞ്ഞ ആ കുട്ടി വരിക. അത് രാത്രി പോകുന്നത് വരെയും അത്രയും സ്മാർട്ട്നെസ് ഉണ്ടാവും. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ കുഞ്ഞിനെ ഒരുപാട് വർഷം നല്ല നല്ല ക്യാരക്ടറുകൾ കിട്ടി ഇന്ത്യയിലുള്ള എല്ലാ സൂപ്പർ സ്റ്റാറുകളോടും ഒപ്പം ഗംഭീരമായ വേഷങ്ങൾ ചെയ്ത് ഇന്ത്യയിൽ നമ്പർ 1 ലേഡി സൂപ്പർ സ്റ്റാർ ആവണേ എന്നൊരു പ്രാർത്ഥന ഈ എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. നമ്പർ 1 ലേഡി സൂപ്പർ സ്റ്റാർ ഇൻ ഇന്ത്യ മഞ്ജു വാര്യർ എന്ന് കേൾക്കുന്ന ഒരു നിമിഷത്തിനാണ് ഈ ജീജ സുരേന്ദ്രൻ കാത്തിരിക്കുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പെണ്ണും കൊതിക്കുന്ന ഒരു മനുഷ്യനാണ്. സത്യം ആണെന്ന് പറഞ്ഞാൽ മമ്മൂക്കയെ പോലെ ഇരിക്കണം എന്ന് പറയുന്ന സ്ത്രീകളേ ഇവിടെ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കൻ്റെ ഭാര്യയോട് അസൂയാണെന്ന് വേണം പറയാൻ. ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ വൈറലാക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, മമ്മൂക്കൻ്റെ സൗന്ദര്യം
മമ്മൂക്കേൻ്റെ ആ ഒരു സെൽഫ് മെച്യൂരിറ്റി, ഹീസ് എ ജം ഓഫ് എ മാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ജം ഓഫ് എ മാൻ മമ്മൂട്ടി. കാരണം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം പാടി പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക്. മമ്മൂക്കനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കിട്ടിയോ? ഇല്ലല്ലോ. പിന്നെ ഹെൽത്ത്, പുള്ളി അത്രയും കോൺഷ്യസ്. ആർക്കാണുള്ളത്? ആർക്കുമില്ല. മമ്മൂക്കയുടെ കോൺഷ്യസ്നെസ്, പുള്ളി യോഗയും അതും ഇതും ചെയ്ത് ഈ പ്രായത്തിൽ 70-72 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുന്നു. ആരാ പറയാ? ഒരു 10-55 വയസ്സ് പോലെയല്ലേ തോന്നുന്നത്. അതൊരു കൊതിയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കൻ്റെ ഭാര്യയോട് ഇവിടെയുള്ള സ്ത്രീകൾ കടക്കുന്ന എനിക്കടക്കം അസൂയ. കാരണം ആ മനുഷ്യൻ ചെയ്യുന്ന യോഗ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് സുകുമാരി ചേച്ചിയുള്ള സമയത്ത് ഒരു തമിഴ് സിനിമ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ആ ലൊക്കേഷനിൽ പുള്ളി ആ ലൊക്കേഷനിൽ ഇരുന്നിട്ട് പിന്നെ യോഗ കാണിച്ചത്. ഇതാണ് ഞാൻ ചെയ്യുന്നത്. കാല് മടക്കി ഇങ്ങനെ വെച്ച് ഈ കൈ രണ്ടും ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ ആടും പുള്ളി. എപ്പോൾ ആ പ്രായത്തിൽ എനിക്ക് പറ്റില്ല, ഇനിയല്ലേ ഈ പ്രായത്തിൽ പറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുകുമാരി ചേച്ചി പറഞ്ഞു ഇതാണ് മനുഷ്യൻ. പിന്നെ ആഹാരം ലിമിറ്റായിട്ട് കഴിക്കുള്ളൂ. അന്ന് സുകുമാരി ചേച്ചി ഉള്ളത് കൊണ്ട് ആ ലൊക്കേഷനിൽ മമ്മൂക്കയായിട്ട് നല്ല അടുപ്പായിരുന്നു. ഇപ്പോഴും അദ്ദേഹം അമ്മ മീറ്റിങ്ങിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ചിരിച്ച് കഴിച്ച് കൂടെ ഇരുന്ന് രസിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ സഹായിച്ചു. നമുക്കിതിനപ്പുറത്തൊന്നും വേണ്ടല്ലോ. കാരണം അവരെ പോലുള്ള ഇത്രയും വലിയുള്ള ഭയങ്കര ഇത്രയും ജെന്യൂനായിട്ട് ഇത്രയും വലിയ ടോപ്പായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഒന്നുമല്ലാത്ത നമ്മളെടുത്ത് വന്ന് നിന്നിട്ട് നമ്മൾ സെൽഫി ചോദിക്കുമ്പോഴും കൂടെ ഫോട്ടോ വെക്കുമ്പോഴും സ്നേഹത്തോടെ ഇങ്ങനെ പിടിച്ച് നിന്ന് തരുമ്പോൾ അതിനപ്പുറത്ത് നമുക്കൊന്നും വേണ്ട. ആര് ചെയ്യും? ആരും ചെയ്യില്ല. ഒരു ജാടയില്ല. ഇത്തവണത്തെ മീറ്റിങ്ങിൽ പുള്ളി ഒരു ഡ്രസ്സ് ഇട്ട് വന്നായിരുന്നു. ഒരു വൈറ്റ് ഒരു പാൻറ്റും ഒരു വൈറ്റിൽ ഇങ്ങനെ എംബ്രോയിഡറി പോലത്തെ ഒരു തോന്നിക്കുന്നു. പ്രിൻ്റാണോ എംബ്രോയിഡറി ആണോ അങ്ങനെയുള്ള ഒരു ഷർട്ടൊക്കെ. സത്യം പറഞ്ഞ കൊതിയായി. എനിക്ക് ഒറ്റക്ക് നിന്ന് ചോദിക്കണമായിരുന്നു ഇത് ഏത് കമ്പനിയുടെ ആണോ, എവിടുന്ന് വാങ്ങിയതാണെന്ന്. സത്യം ചോദിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ മമ്മൂക്കയോട് ചോദിക്കുകയാണ് ആ ഡ്രസ്സ് എവിടുന്ന് വാങ്ങി, ഏത് കമ്പനിയുടേത് എന്ന്. അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വാങ്ങി ഇടാലോ. മമ്മൂക്ക ഇട്ട പോലെ എന്ന് പറഞ്ഞിട്ടിടാലോ. ഒരു കാര്യം കൂടി പറയാം. മമ്മൂക്കനെ അത്രയും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെന്ത് ഭാഷ പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ അമേരിക്കയിലാണ്. എന്നും മമ്മൂക്ക എന്ന് പറഞ്ഞ ഭ്രാന്താണ് അവൾക്ക്. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാതെ ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് മമ്മൂക്കനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. സ്ത്രീക്ക് ഒരു പുരുഷനോടുള്ള ബഹുമാനം, സ്നേഹം എന്നൊക്കെ പറയുന്നത് അവളിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ പർപ്പസ്ലി അവളുടെ പേര് പറയാനിട്ടാണ്. അവൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചതിന് ശേഷം ഞാൻ പറയാമെന്ന് ഓർത്ത്. അവൾ ഇന്നലെയും വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു. എന്നോട് ചോദിച്ചു മമ്മൂക്കനെ കണ്ടോ എന്ന്. ഞാൻ ചോദിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും ചെയ്യുന്നില്ല. വിളിക്കേ, അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കേ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ വർക്കിൽ ജോയിൻ ചെയ്യ്, എന്നിട്ട് പറ ഇവിടെ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് അടുത്ത വർക്കിൽ എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഞാൻ വിളിച്ചു, ഞാൻ ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നീ നാട്ടിൽ വാ, നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തോട് അഭിനയിക്കണം. നേരിട്ട് വേണം പോകാം. പുള്ളി എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റും. ആൻഡോ ജോസഫിനെയോ ജോർജിനെയോ ആരെങ്കിലും വിളിച്ചിട്ട് അദ്ദേഹം എവിടെയാണെന്ന് വെച്ചാൽ നിന്നെ ഞാൻ അവിടെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തി തരാം, എന്നിട്ട് നീ പറഞ്ഞോ. അല്ല ചേച്ചി നാട്ടിലല്ലേ ഇരിക്കുന്ന, ചേച്ചി പോയി അഭിനയിക്കും എന്നൊക്കെ എന്നോട് പറയും. എന്നിട്ട് നമ്മൾ വിളിച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ, വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു സ്ത്രീക്ക് മനസ്സിൽ എന്തൊക്കെ ഡ്രീമുകൾ ഉണ്ടാവാം, എന്തൊക്കെ ബഹുമാനങ്ങൾ നമുക്ക് കൊടുക്കാം ഒരു അന്യപുരുഷൻ. അത് ഈ ലോകത്ത് ഏതൊരു സ്ത്രീയും, ലോകത്തെ എല്ലാ സ്ത്രീകളും കൊതിക്കുന്ന പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 നോട്ട് ഇൻ ദ വേൾഡ്, ഇൻ ഇന്ത്യ ഈസ് മമ്മൂട്ടി. മമ്മൂട്ടി കഴിഞ്ഞേ ഉള്ളൂ സിനിമ ഇൻഡസ്ട്രിയിൽ. എനിക്ക് ഹിന്ദിയിലായാലും ശരി വേറെ ഏത് ലാംഗ്വേജിലായാലും ശരി മമ്മൂട്ടി കഴിഞ്ഞേ ഉള്ളൂ ഒരു മെയിൽ ക്യാരക്ടർ ഇത്രയും സ്ത്രീകൾ കൊതിക്കുന്നത് എന്ന് വേണം ഞാൻ പറയും. കാരണം ഇത് ഞാനായിട്ട് പറയുന്നില്ല, പല സ്ത്രീകളും ഇങ്ങോട്ട് പറഞ്ഞതാണ്. കണ്ടു മമ്മൂക്കനെ കാണാറുണ്ട്, ഒന്ന് കാണിച്ചിരും. ഈ അമ്മ മീറ്റിങ്ങിന് വരാമെന്ന് പറഞ്ഞു 3 സ്ത്രീകൾ. അറിയോ, അന്ന് എനിക്ക് ആലുവയിൽ ഷൂട്ടുണ്ട്. ഞാൻ ഉച്ചവരെ ഷൂട്ട് ചെയ്തിട്ട് നേരെ ആലുവ പോവുകയായിരുന്നു. അല്ലെങ്കിൽ അവരിവിടെ വരുമായിരുന്നു. എന്തിനാണെന്നറിയാം, മമ്മൂക്കേനെ പുറത്ത് വെച്ചെങ്കിലും ഒന്ന് കാണാൻ, മമ്മൂക്കയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലാ മറ്റോ ഷൂട്ടുണ്ടെങ്കിൽ ലൊക്കേഷനിൽ ചെന്ന് കൺട്രോളർമാരെയോ ഡയറക്ടർമാരോടോ സംസാരിച്ചിട്ട് ചെയ്ത് നോക്കൂ. അന്നത്തെ ദിവസം എനിക്ക് നിൽക്കാൻ വയ്യ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒഴിയായിരുന്നു. പക്ഷേ നമ്പർ 1 മാൻ ഇൻ ദി
ഇന്ത്യ, ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് മമ്മൂട്ടി, അവർ മമ്മൂട്ടി, ജം ഓഫ് എ മാൻ. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ ആൻഡോ ജോസഫ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡോ ജോസഫ് അല്ല വിളിക്കുക, കൺട്രോളർമാരായിരിക്കും വിളിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ദൈവമേ ഞാൻ തുള്ളിച്ചാണ്. ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്, ഒരു തമിഴ് സിനിമ അഭിനയിച്ചു, പിന്നെ ഞാൻ നസ്രാണി അഭിനയിച്ചു. പക്ഷെ അതിനുശേഷം എനിക്ക് അവസരം വന്നിട്ടില്ല. ഇന്നും കൊതിയാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും മമ്മൂക്ക ആരെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടാവുമെന്തോ, ഞാനും വിളിച്ച് പറയാം മമ്മൂക്ക ഞാനും വയസ്സായി വരികയാണ്, മമ്മൂക്കനെ പോലെ അങ്ങനെ വലിയ ഹെൽത്തി അങ്ങനെയൊന്നും അല്ല ഞാൻ, എനിക്ക് മമ്മൂക്കൻ്റെ കൂടെ മരിക്കുന്നതിന് മുമ്പേ ഒന്ന് അഭിനയിക്കണം, ഇന്ന് സഹായിക്കില്ലേ എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ മനസ്സ് തോന്നും. ഞാൻ പറയാറില്ല, ഞാൻ പറയാറേ ഇല്ല. അത് ശരിയല്ലല്ലോ. ഞാനൊരു എന്താ പറയുന്നത്, കുറച്ച് ഒരു പിന്നോക്കം വലിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയാറില്ല. പക്ഷെ മനസ്സിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിൽ പറയാറുണ്ട്. മമ്മൂക്കനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും മമ്മൂക്ക എടുത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം. അവിടെ ആള് ഇവിടെ ആള് ചുറ്റും ആള് ഫോട്ടോയിലെടുക്കാൻ ആള് എടുക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം നോക്കി നിന്നേ സമയം പോകും. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കഴിക്കാത്തത് കൊണ്ടായിരിക്കാം, യോഗ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. എന്നാൽ മറ്റുള്ളവരത് കണ്ടിട്ടെങ്കിലും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണ്ടേ? ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഓരോ വർഷവും മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ കാണാറുണ്ട്, മമ്മൂക്ക മാത്രം അതുപോലെ ഉണ്ടാവും, ബാക്കി എല്ലാവർക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. നമ്മൾ അവിടെ ചെന്ന് വരുമ്പോൾ മമ്മൂക്കയുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന ഈ ഒരു വികാരമൊന്നും വരത്തില്ല. സത്യം അതാണ്. കാരണം ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ ഓരോരുത്തർ കാണാൻ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ പോയി ഇത് പറയുന്നത് ശരിയാണോ? ഒറ്റയ്ക്ക് കിട്ടിയാൽ പറയാം, ഫോണിൽ കിട്ടിയാൽ പറയാം. അല്ലാതെ നമ്മൾ അത്രയും ആളുകൾ നിൽക്കുന്നിടത്ത് പുള്ളിയെടുത്ത് ഓരോ ആവശ്യങ്ങൾ പറയുന്നവരുണ്ട്, ഒരു ചാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ നിന്ന് പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയം പുള്ളി ഇങ്ങനെ കേൾക്കും, എല്ലാം ഇങ്ങനെ കേട്ട് ഇപ്പം അതിന് ശേഷം എന്താ നമുക്കറിയത്തില്ല. എന്നാൽ ആ സമയത്ത് പോയി നമ്മളിത് പറയുന്നത് ശരിയാണോ? നമുക്കൊരു മെച്യൂരിറ്റി വേണ്ടേ? നമ്മൾ ഇത്രയും പ്രായമുള്ളല്ലോ, കുട്ടികളല്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കൊതിയുണ്ട്. തീർച്ചയായിട്ടും അടുത്ത സിനിമയിൽ മമ്മൂക്കയോടൊപ്പം ഒരു മുത്തശ്ശിയായാലും ശരി, മുതുമുത്തശ്ശിയായാലും ശരി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ടീം ഐ ആം റെഡി ടു ഡു. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ. പിന്നെ ഞാൻ ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ ചിലവരുടെ സ്വഭാവങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ഞാനത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കും. പക്ഷേ ഹൃദയം കൊണ്ട് നമ്മൾ അംഗീകരിച്ച് പ്രാർത്ഥനയോടുകൂടി ദീർഘായുസിന് വേണ്ടി എന്നും ദൈവത്തോട് കെഞ്ചുന്ന ഒരു മുഖമുണ്ട്, സീമാജി നായർ. ആരുടെയെങ്കിലും ഒരു വേദന അവളുടെ ചെവിയിൽ കേട്ടാൽ അവൾ മിണ്ടാതിരിക്കത്തില്ല. ആരെങ്കിലും വിളിച്ച് കെഞ്ചി ആരുടെ റിക്വസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് അവർക്ക് എന്താണോ പ്രശ്നം അത് സോൾവ് ചെയ്ത് കൊടുക്കുന്ന, അതിൽ നിന്നും ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. സത്യം പറയാം, ഈ ചാരിറ്റി എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സീമയെ കണ്ടാൽ ഞാനും പഠിച്ചത്. ഞാനും ഇച്ചിരി ചെയ്തുകൊണ്ടിരിക്കുന്നത് സീമയെ കണ്ടു മാത്രമാണ്. പക്ഷെ സീമ എന്നെ പോലെയല്ല, വലിയ രീതിയിൽ ചെയ്യാൻ കാരണം സംസാരിക്കാൻ ഇതുപോലെ പൊളൈറ്റായിട്ട് താഴത്തെ നിലയിൽ നിന്നും അങ്ങനെ സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കെഞ്ചിയെടുക്കും. അത് സീമയെ പോലെ എന്നെ കൊണ്ട് പറ്റാറില്ല. അത് സീമക്കേ പറ്റൂ. കാരണം സീമ അത്രയും ഡൗൺ ടു എർത്ത് എന്ന് പറയില്ലേ, നിലം തൊട്ട്, അതാണ് സീമ. കണ്ട് പഠിക്കണം ഇങ്ങനത്തെയൊക്കെ മനസ്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന, നാക്കുകൊണ്ടല്ല ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്പർ 1 സീമ. അത് കഴിഞ്ഞേ ഇൻഡസ്ട്രിയിലാളുള്ളൂ. ഹൃദയം കൊണ്ടാണ് സീമ ജീവിക്കുന്നത്. സമയത്ത് സീമ ആഹാരം കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഉച്ചക്ക് 2 മണിക്കാർ ലൊക്കേഷനിൽ ചോദിക്കും 3 മണി, സീമ എല്ലാം കഴിച്ചാ? അപ്പോഴേ ഇരിക്കുകയല്ലേ ഫോണിൽ. ഇപ്പോൾ വരാ ചേച്ചി ഇതൊന്ന് സംസാരിച്ച് തീർത്തോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് എത്ര പേരുടെ വേദനകളാണ് മാറ്റുന്നത്. സീമയെ കണ്ട് ഞാൻ പഠിച്ചു. ഞാനും ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഇച്ചിരി ചാരിറ്റി ചെയ്തു വരുന്നു. ആ ചാരിറ്റി ചെയ്യുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തിയിൽ സുഖം കണ്ടെത്തി സീമ. ഈ തൊണ്ട പൊട്ടുന്ന രീതിയിൽ, സൗണ്ട് ഉണ്ടാവില്ല ചിലപ്പോൾ സീമക്ക്, തൊണ്ട പൊട്ടുന്ന രീതിയിൽ ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ സീമയിൽ നിന്ന് പഠിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കുട്ടി
കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തരുടെ അസുഖമായാലും ശരി, വീടില്ലാത്തവർക്ക് വീടായാലും ശരി, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കായാലും ശരി, എല്ലാം ചെയ്യുന്നത്. എന്നാൽ സീമയുടെ കാര്യത്തിന് ഡോക്ടറെ കാണിച്ചോ? സീമ പോണം ചേച്ചി, അടുത്ത ആഴ്ച പോകണം എന്ന് പറഞ്ഞു. ഞാനടക്കം സീമയോട് പറഞ്ഞിട്ടുണ്ട്, സീമ നിന്റെ ത്രോട്ടിന് വേണ്ടിയിട്ട് നീ സമയം കണ്ടെത്തി, ഞാൻ പോകാം ചേച്ചി ഇങ്ങനെ പറയും. ഇപ്പം കണ്ടു, ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം ശബ്ദമില്ലായിരുന്നു. അത് ആർക്ക് വേണ്ടി കൊടുത്തത്? മറ്റ് വേദനിക്കുന്ന ആളുകളുടെ വേദന മാറ്റാൻ വേണ്ടി സ്വന്തം ശബ്ദം ഉപയോഗിച്ച് ഇല്ലാണ്ടായി. ഇന്ന് സീമ കഴിഞ്ഞാലേ ഈ ഇൻഡസ്ട്രിയിൽ, സീരിയൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, ഒരു സ്ത്രീ ഉള്ളൂ എന്ന് ഞാൻ പറയും. സീമ അല്ലാതെ മറ്റാരുമില്ല. ഇപ്പം നാളെ എനിക്കായാലും ഞാൻ സീമയോട് പറഞ്ഞിട്ട്, നീ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ, എനിക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ നിന്നെ വിളിക്കത്തുള്ളൂ, മറ്റൊരാളെ വിളിക്കത്തില്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നീ ഉണ്ടാവണേ എന്ന് ഞാൻ സീമയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സീരിയൽ സിനിമ ഇൻഡസ്ട്രിയിൽ സീമയെ കഴിഞ്ഞ് ഹൃദയമുള്ള സ്ത്രീ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്പർ 1 സീമാജി നായർ.